നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റൊരു പേരിൽ സജീവമാകുന്നതായി സൂചന. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുതിയ പേരിലാണ് PFIയുടെ രഹസ്യ പ്രവർത്തനമെന്നാണ് വിവരം. സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പിന് വധഭീഷണി കത്ത് ലഭിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം ബ്രേക്കിംഗ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റൊരു പേരിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് പുതിയ സംഘടനയെന്നാണ് വിവരം. സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന് ഭീഷണി കത്തയച്ചു. PFI എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ ആണ് ഞങ്ങളെന്നും അവരുടെ ആശയങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും കത്തിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ 90% നൽകുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നും ഭീഷണി കത്തിൽ സൂചിപ്പിക്കുന്നു. ഹിജാബ് വിഷയം ഞങ്ങളുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും 70% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകണം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബാങ്ക് വിളി അടക്കമുള്ള മുസ്ലിം മതാചാരങ്ങൾ അനുവദിക്കണമെന്നും അല്ലാത്തവർക്ക് NSS, SNDP, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാമെന്നും കത്തിൽ പറയുന്നു. ഞങ്ങളാൽ സ്പോൺസർ ചെയ്യപ്പെട്ട പള്ളുരുത്തി ഹിജാബ് പ്രശ്നത്തിന് സർക്കാരിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചുവെന്നും കത്തിലുണ്ട്. കത്ത് താമരശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിലവിൽ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.